ഡിഗ്രി പഠനത്തോടൊപ്പം എങ്ങനെ ബാങ്ക് എക്സാമുകൾക്കായി തയ്യാറെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എഡ്യൂ ഗാർണറ്റ്. ഞാൻ കലാദീപക്. ഡിഗ്രി പഠനം പൂർത്തിയാവുന്ന കുട്ടികൾക്ക് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിൽ വിവിധ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഓരോ കുട്ടിയുടെയും താല്പര്യവും കഴിവുമൊക്കെ അനുസരിച്ച് അവരവരുടെ ഇഷ്ടമേഖല തിരഞ്ഞെടുക്കാനും ആ മേഖലയിൽ വളരാനും ഒക്കെ സാധിക്കും. അതിൽ നിന്ന് ഒരു ബാങ്ക് ജോലിയാണ് നിങ്ങളുടെ മേഖലയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ മേഖലയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ആദ്യം തന്നെ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് നോക്കാം. വിവിധ മത്സര പരീക്ഷകളുണ്ട് അല്ലേ, ലൈക്ക് PSC, SSC, UPSC, റെയിൽവേയിലേക്ക് RRB. അങ്ങനെ ബാങ്ക് എക്സാംസ് നടത്താൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്ന ബോഡിയാണ് IBPS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ഈ IBPS നടത്തുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിലൂടെ മാത്രമാണ് നമുക്ക് ബാങ്കിങ് മേഖലയിൽ പ്രവേശിക്കാൻ സാധിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തത്, ആർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, യോഗ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റി? ഒന്നാമത്തെ കണ്ടീഷൻ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ എനി ഡിഗ്രിയാണ് എലിജിബിലിറ്റി. ഈ ഒരു ഭാഗത്ത് പല കുട്ടികളും കരുതുന്നത് ചില പെർട്ടിക്കുലർ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ബാങ്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്ര ശതമാനം മാർക്ക് വേണം എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി ബാങ്ക് എക്സാംസിന് ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എനി ഡിഗ്രി പെർസെൻറ്റേജ് പ്രശ്നമല്ല. പിന്നെ പെർസെൻറ്റേജ് ഏതൊക്കെ എക്സാംസിനാണ് പ്രശ്നമാകുന്നതെന്നും ഞാൻ എടുത്തു പറയാം. പ്രൈവറ്റിൽ തന്നെ ടോപ്പായിട്ട് വരുന്ന ലൈക്ക് ഫെഡറൽ, സൗത്ത് ഇന്ത്യൻ പോലുള്ള ബാങ്കുകൾ, അതുപോലെ തന്നെ RBIയുടെ ചില പോസ്റ്റുകളിലേക്കൊക്കെ വിളിക്കുമ്പോൾ മാത്രമാണ് ഡിഗ്രിക്ക് ഇത്ര ശതമാനം വേണം എന്നൊരു കണ്ടീഷൻ ഉള്ളത്. അല്ലാതെ നമ്മുടെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്ക്സ് ലൈക്ക് SBI, IBPSനൊന്നും ഇത്ര ശതമാനം വേണമെന്നില്ല, ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മാത്രം മതി. ഏജ്, ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെ ക്ലറിക്കൽ പോസ്റ്റിലേക്കും 30 വയസ്സ് വരെയാണ് PO പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. PO മീൻസ് പ്രൊബേഷണറി ഓഫീസർ, അതായത് അവരാണ് മാനേജർ ലെവലിലോട്ട് പോകുന്നത്. OBC കാറ്റഗറിക്ക് 3 വർഷത്തെ റിലാക്സേഷൻ വരും, അതായത് 31 വരെ ക്ലർക്കും 33 വരെ POയും. SC ST കാറ്റഗറിക്ക് 5 വർഷത്തെ റിലാക്സേഷൻ, 33 വരെ ക്ലർക്കും 35 വരെ POയും. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് 10 വർഷത്തെ റിലാക്സേഷൻ, എക്സ് സർവീസ്മെനിന് 50 വയസ്സ് വരെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് എഴുതാം. അതുപോലെ തന്നെ വിഡോ, ഡിവേഴ്സ് വിമനും ഒക്കെ ഏജിൽ ചെറിയ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ആർക്കാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുക? ആർക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ എലിജിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആർക്കും ബാങ്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ചില കുട്ടികൾ പറയും ഞാൻ ആവറേജ് ആണ്, ബിലോ ആവറേജ് ആണ്, എനിക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ 12ാം ക്ലാസ് വെച്ച് മാത്സിന് തോറ്റയാണ്. നിങ്ങളുടെ ഈ പാസ്റ്റും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ ഏത് രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു, എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്നു, അതിലിരിക്കുവാണ് നിങ്ങളുടെ സക്സസ്. വേറെ ഒരു കാര്യത്തിലുമല്ല. പ്യോർലി നമ്മുടെ പ്രിപ്പറേഷനെയും നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം, അല്ലാതെ പറ്റത്തില്ല. ഹാർഡ് വർക്കിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, എന്താണ് ബാങ്ക് എക്സാമിൻ്റെ പ്ലസ് പോയിന്റ്? നമുക്ക് ഇത്രയും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്, അതിൽ നിന്ന് ബാങ്ക് എക്സാമിൻ്റെ പ്ലസ് പോയിന്റ് എന്താണ്? പ്രധാന പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കൃത്യതയാണ്. കൃത്യമായിട്ട് എക്സാംസ് വരും. അതുപോലെ തന്നെ റിസൾട്ട് വരുന്ന കാര്യത്തിലും പോസ്റ്റിംഗ് ആവുന്ന കാര്യത്തിലും ഒന്നും തന്നെ ഒരു അനാവശ്യ ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ക്വിക്കാണ്. നമ്മൾ റെഡി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വർഷം ഏകദേശം 8-10 എക്സാംസ് വരുന്നുണ്ട്. SBI ക്ലർക്ക്, SBI PO, SBI അല്ലാതുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് IBPS ക്ലർക്ക്, IBPS PO, പിന്നെ ഗ്രാമീണ ബാങ്കുകളിലേക്ക് മാത്രമായിട്ട് IBPS RRB ക്ലർക്ക്, RRB PO, RBI അസിസ്റ്റന്റ്, ESI, LICയുടെ വിവിധ പോസ്റ്റുകളിലേക്ക് ഇൻഷുറൻസ് എക്സാംസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റിൽ തന്നെ ടോപ്പായിട്ടുള്ള ഫെഡറൽ, സൗത്ത് ഇന്ത്യൻ പോലുള്ളവ. അങ്ങനെ ഏകദേശം 8-10 പരീക്ഷയോളം എല്ലാ വർഷവും വരും. ഈ പറഞ്ഞ ഇത്രയും എക്സാംസിനും ഒരേ സബ്ജക്റ്റും ഒരേ സിലബസും എന്നുള്ളതാണ് മറ്റൊരു പ്ലസ് പോയിന്റ്. നമ്മൾ വെവ്വേറെ പ്രിപ്പറേഷൻ ഒന്നുമല്ല ചെയ്യേണ്ടത്, ഒറ്റ ഒരു പ്രിപ്പറേഷൻ. ആകെ വരുന്ന വ്യത്യാസം 2 പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ക്ലർക്കും POയും. അത് തമ്മിലുള്ള ഡിഫിക്കൽട്ടി ലെവലിൽ ഡിഫറൻസ് വരും. അതായത് ഒരു ക്ലറിക്കൽ ലെവൽ എക്സാം ആകുമ്പോൾ നാച്ചുറലി കുറച്ച് ലൈറ്റർ ആയിരിക്കും. PO ആകുമ്പോൾ ഉയർന്ന പോസ്റ്റിലേക്ക് പോകേണ്ടതായതുകൊണ്ട് പരീക്ഷയുടെ ലെവൽ ഒന്നും കൂടെ കൂടും. ആ ഡിഫറൻസേ ഉള്ളൂ. സോ ഇത്രയും എക്സാംസ് ഉണ്ട്, ഒറ്റ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് ചെയ്താൽ മതി. എക്സാംസിനെല്ലാം റിസൾട്ട് വരുന്നതും പോസ്റ്റ് ചെയ്യാവുന്ന എല്ലാം ക്വിക്കാണ്. എല്ലാത്തിനും ഈ പറഞ്ഞ എലിജിബിലിറ്റി തന്നെയാണ് വിദ്യാഭ്യാസത്തിനും ഏജിനും. അതാണ് പ്ലസ് പോയിന്റ്. ഇനി എപ്പോഴാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഇവിടാണ്. അതായത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടാണ് മെജോറിറ്റി കുട്ടികളും പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 1.5 മാസത്തിൽ പരീക്ഷ കാണും.
കുറഞ്ഞ പക്ഷം ഒരു 7-8 മാസമെങ്കിലും എടുത്ത് ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ നമ്മളൊരു 1 മാസത്തിലേക്ക് ചുരുക്കുമ്പോൾ എന്തൊക്കെ പോരായ്മ വരാം അല്ലേ? നമുക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എക്സാം അല്ലല്ലോ ഫേസ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ പഠിക്കുകയാണ് അല്ലേ? അതിനുശേഷമല്ലേ എക്സാമിലോട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കേസിലും പഠനമാണ് ഫസ്റ്റ് ഫേസ്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി ബാങ്ക് എക്സാമിൻ്റെ കേസിലുള്ളൊരു കാര്യം, ഇതിൽ വരുന്ന സബ്ജക്ട്സ് തിയറി അല്ല നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ, പ്രോബ്ലമാറ്റിക് ആണ്. റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് എന്നുള്ള 3 സബ്ജക്ട്സ് ആണ്. അതിൽ റീസണിങ്ങും മാത്സും രണ്ടും പ്രോബ്ലമാറ്റിക്കാണ്, ചെയ്ത് പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഇച്ചിരി സമയം വേണം. ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ പല രീതികളിൽ ചോദിക്കും, എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ സോൾവ് ചെയ്യണം. ഇതൊരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചിലപ്പോൾ പല ആവർത്തി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബാങ്ക് എക്സാം ഒരു ഓൺലൈൻ പരീക്ഷയാണ്, നമ്മൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്. ഇതിനൊരു ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. അപ്പോൾ ആ ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ അറിഞ്ഞാൽ മാത്രം പോരാ, സ്പീഡും വേണം. ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് സ്പീഡ് വരുന്നത് എങ്ങനെയാണ്? പതുക്കെ 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 പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴല്ലേ ഇതിനാണ് നമുക്ക് സമയം വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒക്കെ പഠിക്കുമ്പോൾ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് കാണും. അതിൽ മെജോറിറ്റി കാറ്റഗറിയും വരുന്നത് ഏതിലാണെന്ന് വെച്ചാൽ, ഇതൊക്കെ കഴിയട്ടെ, ആദ്യം ഇത് കഴിയട്ടെ എന്നിട്ട് അടുത്തത് ചിന്തിക്കാം എന്നുള്ള ചിന്താഗതിയായിരിക്കും. പക്ഷേ അതല്ല കറക്റ്റ്. കറക്റ്റായിട്ടുള്ളൊരു തോട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡിഗ്രി പഠനം ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് വെൽ പ്ലാൻ ചെയ്യണം. അതായത് ഈ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ വാട്ട്സ് നെക്സ്റ്റ്, എൻ്റെ കരിയർ ആണെങ്കിൽ, ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ അങ്ങനെ, കരിയർ ആണെങ്കിൽ എന്താണ് എൻ്റെ മേഖല എന്നുള്ള തീരുമാനമെടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഓരോ പടികളെയും വെച്ചു തുടങ്ങുകയും ചെയ്യണം. അവിടെ നിങ്ങളുടെ തീരുമാനം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിഗ്രി പഠനത്തിനോടൊപ്പം തന്നെ ഉറപ്പായിട്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആദ്യത്തെ പടി. ഒരിക്കലും ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻ ചെയ്യരുത്. യൂട്യൂബ് ചാനൽസ് നോക്കിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചു വെച്ചോ അങ്ങനെ ചെയ്യരുത്. അതും പോരായ്മയാണ്. കാര്യം നമ്മൾ അത്തരത്തിൽ ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാം, അത് ബാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾക്ക് താല്പര്യം തോന്നുന്ന എവിടെയെങ്കിലും ചേർന്ന് തന്നെ, ഓൺലൈനോ ആയാലും ഓഫ്ലൈൻ ആയാലും നമുക്ക് താല്പര്യമുള്ളവർക്ക് ചേർന്ന് തന്നെ അടുക്കും ചിട്ടയായിട്ട് ഡിഗ്രി പഠനത്തിനോടൊപ്പം കുറേശ്ശെ സമയം മാറ്റിവെച്ച് പ്രിപ്പറേഷൻ ചെയ്ത് വന്നാൽ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ജേർണി വളരെ എളുപ്പം. പിന്നെ അധികം സമയം സ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. എഡ്യൂഗാർണറ്റ് ഓൺലൈനായി ബാങ്ക് SSC കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവസാന വർഷങ്ങളിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ, അതുപോലെ തന്നെ ഫെഡറൽ സൗത്ത് ഇന്ത്യൻ പോലുള്ള ബാങ്കുകളിൽ ഇപ്പോൾ ഒരുപാട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യാനും എല്ലാം തന്നെ ഈ കോച്ചിങ് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സസ് ആണ്, നമ്മുടെ മൊബൈൽ ആപ്പ് ത്രൂ ആണ്. ഓരോ സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ സിലബസ് അനുസരിച്ച് ബേസ് ടു ഹയർ ലെവൽ വരെയുള്ള ഫുൾ ക്ലാസ്സസ് സഫീഷ്യൻറ്റ് കണ്ടന്റ് പഠിക്കേണ്ട ഓർഡറിലാണ് നമ്മൾ നൽകുന്നത്. ക്ലാസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് എക്സാംസ്, GA കണ്ടന്റ്, അങ്ങനെ ഫുൾ പാക്കേജ് ആയിട്ടാണ്. 6 months 1 year അങ്ങനെ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഫാക്കൽറ്റി ഗൈഡൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസും കാര്യങ്ങളും കിട്ടും, ഏത് രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യണമെന്ന്. നമ്മുടെ സർവീസ് നിങ്ങൾക്ക് 24/7 അവൈലബിൾ ആണ്. നിങ്ങളുടെ പാർട്ടുള്ള ആ ഒരു എഫേർട്ട് ചെയ്യണം എന്ന് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കണ്ടു നോക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും.